പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ വിശുദ്ധ തിരുവെഴുത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. വിശുദ്ധ വേദപുസ്തകം അതേ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് കർമ്മനിരതനും ഉറങ്ങാതെ മയങ്ങാതെ ഇരിക്കുന്നവനാണ്. നോക്കണമേ, അതുകൊണ്ടാണ് സങ്കീർത്തനം 121:4 ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്കെത്താണ്. ഓരോ നിമിഷവും തൻ്റെ ജനത്തെ പരിപാലിച്ചുകൊണ്ട് മയങ്ങാതെ ഉറങ്ങാതെ തണലായി നമ്മെ കാവൽ ചെയ്യുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഇതാ തിരുവെഴുത്ത് നമ്മെ വെളിപ്പെടുത്തുന്നത്. നോക്കണമേ, അപ്പോൾ തന്നെ ദൈവം തൻ്റെ സൃഷ്ടി, ദൈവം തൻ്റെ കൈപ്പണിയാൽ സൃഷ്ടിച്ച മനുഷ്യൻ, ഈ മനുഷ്യൻ കർമ്മനിരതനും ഉത്സാഹിയും അപ്പോൾ തന്നെ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദാമിനെ ഏദൻ തോട്ടത്തിലാക്കുമ്പോൾ അവരോട് പറഞ്ഞത് തോട്ടത്തിൽ വേല ചെയ്യുവാനും അത് കാപ്പാനുമാണ്. നോക്കണേ, അപ്പോൾ തന്നെ സ്വസ്ഥതയും വിശ്രമവും ദൈവം നൽകുന്നതായി കാണാം. ഇത് സ്വസ്ഥത ഒരു വാഗ്ദത്തമാണ്. ഈ വാക്യത്തിൽ എബ്രായർ 4:1 നാം കാണുന്നു, അതൊരു വാഗ്ദത്തമാണ്. നോക്കണമേ, മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ ആവശ്യം സ്വസ്ഥതയുള്ള ഒരു ജീവിതമാണ്. അത് സ്വസ്ഥതയുള്ള ഒരു ഹൃദയമാണ്. കാരണം ഈ ലോക ജീവിതത്തിൽ പ്രതികൂലങ്ങൾ അനവധിയുണ്ട്, പ്രതിസന്ധികൾ അനവധിയുണ്ട്. കലങ്ങി മറിയുന്ന അനുഭവങ്ങൾ ജീവിതമണ്ഡലത്തിൽ അലയടിച്ചുയരുമ്പോൾ അതിൻ്റെ നടുവിൽ സ്വസ്ഥമായ ജീവിതം നയിക്കുവാൻ ഇതാ ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ദൈവം ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ ഇതാ തൻ്റെ ജനത്തിന് നൽകുന്നുണ്ട്. അതിലൊന്ന് ദൈവ സാന്നിധ്യം കൂടെ ഉണ്ട് എന്ന ബോധ്യമാണ്. ഈ മരുഭൂമി യാത്രയിൽ നമ്മുടെ ഉത്തമമായ ബോധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭക്തനായ ദാവീദ് രാജാവ് സങ്കീർത്തനം 23:4 ഇങ്ങനെ പാടുന്നു: കൂരിൽ താഴ്വൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അതെ, ദൈവം കൂടെ ഇരിക്കുന്നത് കൊണ്ട്, ആ വടിയും കോലും ആശ്വസിപ്പിച്ച് നടത്തുന്നത് കൊണ്ട് കൂരിലിന്റെ താഴ്വ, അതേ മരണനിരലിന്റെ താഴ്വരയായി ആണെങ്കിലും അവിടെയും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ആമേൻ വായിക്കുന്നു, താൻ പാടുകയാണ്. നോക്കണമേ, അപ്പോൾ തന്നെ നമുക്കറിയാം, ഭക്തനാകുന്ന മോശ ദൈവ സാന്നിധ്യം ആഗ്രഹിച്ചു. ആ ഭക്തനായ മോശയോട് ദൈവം ഇങ്ങനെ പറഞ്ഞു: എൻ്റെ സാന്നിധ്യം അതെ നിന്നോടുകൂടെ പോരും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇതാ ആമേൻ ഒരു ഭക്തന്റെ ഉറപ്പ്. നോക്കണേ, അടുത്തത് ദൈവാശ്രയ ബോധം. ആമേ സങ്കീർത്തനം 55:22 നാം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുക, അതെ അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നോക്കണേ, സങ്കീർത്തനം 55:22 അവിടെ ഇങ്ങനെ പറയുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാ. ആമേൻ. ഏത് പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിന്റെയും നടുവിൽ ദൈവ വഴികളിൽ നടക്കുക, അതേ സ്വസ്ഥതയുടെ മാർഗമാണ് ദൈവത്തിന്റെ വഴി. അങ്ങനെ വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്നവർക്ക് ഒരു നിത്യസ്വസ്ഥതയുടെ വാഗ്ദത്തവും ശേഷിക്കുന്നുണ്ട്. ദൈവം തൻ്റെ പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം സ്വസ്ഥമായിരുന്നതുപോലെ തൻ്റെ പുത്രൻ മുഖാന്തരം ലഭിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ അവരുടെ ഭൂമിയിലെ പ്രവർത്തനം പൂർത്തിയാക്കിയതിനു ശേഷം
തങ്ങൾക്കായി ഒരുക്കിയ നിത്യസ്വസ്ഥതയിൽ പ്രവേശിക്കും. എന്നാൽ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്ന മുമ്പ് ഈ മരുഭൂമി യാത്രയിൽ സ്വസ്ഥമായ ഹൃദയവും സ്വസ്ഥമായ ജീവിതവും നൽകി സ്വസ്ഥമായ അനുഭവത്തിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവ വഴിയിൽ ദൈവാശ്രയ ബോധത്തിൽ ദൈവിക മാർഗത്തിൽ നമ്മുടെ ചുവട് മുൻപോട്ട് വയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു രാവിലെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എല്ലാവർക്കും ക്രിസ്ത്യ വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.